എന്താ സാധനം അല്ലേ. ഓ കേട്ടോ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കണ്ടോ, ക്ലിയർ വെള്ളം കണ്ടോ. സുനാമിയിൽ പോയതായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. പകുതി കാണുന്നില്ല, റൂട്ട്സ് ഇവിടെ തന്നെ ഉണ്ട്. അവിടെയൊക്കെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുക. ഡക്ക് റൈഡ്, സോഫ റൈഡ്, ഗ്ലാസ് ബോട്ടം, ബനാന റൈഡ്. ബനാനയാണ് ആ നടുക്കടലിൽ കൊണ്ടിട്ട് ഇതാക്കുന്നത്. ഇതെല്ലാം 10, 600, 700 രൂപ ഉണ്ടാവും. ഫാമിലി ഓഫില കംപ്ലീറ്റ് തേങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം അവർക്കറിയാം ഇവിടെ വന്നിട്ട് ആൾക്കാർ മിക്കവാറും ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോകുള്ളൂ. ലഞ്ചിന് താല്പര്യമില്ലാത്ത ഡയബറ്റിക് പേഷ്യൻസ്, BP പേഷ്യൻസിനുള്ള ലിസ്റ്റാണിത്, ഞാനുൾപ്പെടെ. ബാക്കി എന്തൊക്കെയുണ്ട്, അടിപൊളി. ദൈവം എന്നെ വിളിക്കുന്നുണ്ട്, ഞാനൊരു സ്റ്റേജ് ഷൈ ആൾക്കാണ്. മാഗി ഉണ്ട്, ഫാൻഡ, വെള്ളം, പൊളി. ഫ്രൂട്ട്സ് ഉണ്ട്, ഡബിൾ റേറ്റ് കംപ്ലീറ്റ് ഫ്രൂട്ട്സ്. ഇത് ഫ്രൂട്ട്സ് ആയിട്ടാണ്. ഇത് ഇവിടം വരെ ആരെത്തിക്കുന്നു? അതിൻ്റെ ഇപ്പുറത്താണ് സീ വോക്കിന്. सी वॉक के लिए कितना भैया? 3800. अगर अच्छा ठीक है, इंक्लूडेड फोटोज एंड वीडियोस ऑल थिंग. ये कितने एज तक कर सकते हैं? 14 to 50 एज. 65 का कर सकते हैं? 65 नॉट अलाउड. सी वॉक में दिक्कत है क्या? जी सर, उसमें अंडर वाटर जाते हो ना सर, तो दिक्कत रहेगी. कोई हेल्थ कुछ प्रॉब्लम नहीं है? या हेल्थ में भी रिस्ट्रिक्शन है, अस्थमा, बीपी, रीसेंट सर्जरी, क्रॉनिक साइनस, एपिलेप्सी, डायबिटीज, सब कुछ. तो अगर कोई मेडिकल रिस्ट्रिक्शन नहीं होने से आप आराम से जाकर लेके दो. റേറ്റ്സ് ഡിസ്പ്ലേഡ് അല്ല. സീ വോക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്, നിങ്ങളൊരു പരുവത്തിലാക്കിയിട്ട് കിടത്തി വിടും, ഉള്ളിലോട്ട് കിടത്തി വിടും. ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് വരും, അവിടെ നിങ്ങൾക്ക് മെറീൻ ലൈഫ് കാണാം. അതാണ് ഉദ്ദേശം. 3800 രൂപയാണ്. ജെറ്റ് സ്കീക്ക് लिए कितना लेते हैं? 800 രൂപയാണ് ജെറ്റ് സ്കീക്ക്. 600 രൂപയായിരുന്നു പണ്ട്. ഇൻഫ്ലേഷൻ ഇവിടെയും വന്നിരിക്കുകയാണ്. ഹെൽപ്പ് ലൈൻ, പോലീസ് എല്ലാം ഉണ്ട്. കാരണം ഇതൊരു ഫുൾ ഫ്ലെജ്ഡ് അഡ്വഞ്ചർ ലൊക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ബീച്ച് വെയർ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പേ ആൻഡ് യൂസ് എല്ലാം ഉണ്ട്, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്, ചേഞ്ചിങ് റൂമുണ്ട്, അടിപൊളി. 10 രൂപ. ഷവറും ചെയ്യാം, അടിപൊളി. ഓക്കെ, വെള്ളത്തിൻ്റെ കളറുണ്ട്. ഒന്നിലും പെടാതെ ചുമ്മാ വന്ന് രസിക്കുന്നവരാണിവിടെ. എൻ്റെ കയ്യിൽ ഈ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ടോ എനിക്ക് വേറെ കൂട്ടില്ലാത്ത കാരണം ഞാൻ ചാടുന്നില്ല ഇന്ന്. അതല്ലെങ്കിൽ എല്ലാ ഏജ് ഗ്രൂപ്പുകാരും എന്നെ വെള്ളമടയും. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇതിൽ ചാടിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അവിടം വരെയെങ്കിലും നമുക്ക് ചാടാം. അവിടെയാണ് സ്നോർക്കലിംഗ് നടക്കുന്നതെന്ന് തോന്നുന്നു. കണ്ട, ഒരു ചെറിയ ബലൂണൊക്കെ ഇട്ടിട്ട് എല്ലാം ഉണ്ട്. ജെറ്റ് സ്കീ അവിടെ, എനിക്ക് തോന്നുന്നത് സ്നോർക്കലിംഗ് ആയിരിക്കണം. അവിടെ കംപ്ലീറ്റ് തേർഡ് റേറ്റ് ചൈനീസ് കളികളാണ്. കംപ്ലീറ്റ് ബനാന റൈഡ്, മറ്റേ റൈഡ് കൊണ്ടേ മറിച്ചിട്ടിട്ട് മനുഷ്യനെ കംപ്ലീറ്റ് നനയിപ്പിക്കാനായിട്ട് അമ്മാരി കളികൾ കംപ്ലീറ്റ് ആ ഭാഗത്താണ്. ഇവിടെ ലോക്കൽസ് കുളിക്കുന്നു. ഇത് ഹൈറ്റായിട്ട് സമയം കേട്ടോ. ഇതുണ്ടോ, ഇപ്പോട്ടം വരെ വെള്ളമുണ്ട് കേട്ടോ. അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ വഴി
ഞാൻ കണ്ടിട്ടുണ്ട് പഴയ വീട്ടിൽ ഇവിടെയൊക്കെ നടന്നു പോകുന്ന ആൾക്കാർ. എന്നോട് പറയുന്നത് ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി മുതൽ ഓഫ് സീസണാണ്. ആക്ച്വലി സെപ്റ്റംബർ അവസാനം ഒക്ടോബർ നവംബർ ഡിസംബർ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ഞാൻ ഹോട്ടൽസിൻ്റെ റേറ്റ് കണ്ടിട്ട് അത് സത്യമാണ്. ഒരു 10,000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഹോട്ടൽസൊക്കെ 25,000 രൂപയ്ക്കാണ് ഡിസംബറിൽ വിറ്റ് പോകുന്നത്. പാരാസെയിലിംഗ് കണ്ടത് അവിടെയാണ്. അവർ ഡീപ്പ് സീൽ കൊണ്ടിട്ടാണ് പാരാസെയിലിംഗ് കഴിഞ്ഞത്. ഭയങ്കര ഇതാണ് ജെറ്റ് സ്കി. ये क्या भैया, ये क्या कौन सा ये ड्रैगन राइड ड्रैगन राइड दो ആ കാണുന്നത്. बोट नेम सी राइडर 87 सेमी सबमरीन. बोट ऑपरेटर सुनील के सामने आ जाए. सी राइडर 87. എലിഫൻ്റ ബീച്ചാണ്. എലിഫൻ്റ് അല്ല, എന്തുകൊണ്ടാണോ എന്തോ. ഹായ്, എൻ്റെ കൊച്ചിനെ പറ്റിക്കാനായിട്ടൊരു സാധനം ഉണ്ടല്ലോ, മിക്കി മൗസ്. മിക്കി മൗസ് അല്ലേ ഇത്? വ്യാളി. എന്തോ ഒരു ഫാമിലിയായിട്ട് റൈഡ് നേരെ പോയി. നീരാളിനെ കാണാനല്ലോ നമ്മളൊന്ന്. ठीक है, ये सी प्लेन बस राइड है, बस लेकर आ जाते हैं. गिरा देते क्या वहाँ पर जाकर? नहीं, इसमें नहीं गिराते. സീ വോക്ക് 3800, പാരാസെയിലിംഗ് 3500, ജെറ്റ് സ്കി 800, സ്നോർക്കലിംഗ് 1000 മുതൽ 1200 വരെ ഞാൻ റേറ്റ് കാണുന്നുണ്ട്. 1200 ആയിരിക്കണം സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇതാണ് ജനുവരി 2025 റേറ്റ്. ഈ ഒരു സ്ട്രെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചില്ല വരുന്ന വഴിക്ക്. ജസ്റ്റ് ഈ കപ്പിൾ ഇപ്പോഴും മോഡൽ ചെയ്യാണ്, അപ്പോഴും മോഡൽ ചെയ്യുമായിരുന്നു. എന്തോന്നത് ഇവിടെ ചറവറ മോഡലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, അവർ ആ വഴി വന്നല്ലേ, അതാണ് സംഭവം. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഇല്ല, ആൻറ്റി ഫോട്ടോഗ്രാഫിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടക്കലിവ് എല്ലാവരും ജീവിതം ആസ്വദിക്കുകയാണ് മക്കളെ. കട്ട അവിടെ ആ വഴി കുറച്ച് ഇവർ വരുന്നവർ പറഞ്ഞു ഇതോ നേരെ പോയിട്ട് റൈറ്റ് അടിക്കാം. നമ്മൾ വേറെ വഴിയാണ് വന്നത്, പക്ഷേ ഇവിടെ കുറച്ച് ആഴം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിച്ച് വരാം, കാരണം ഞാൻ വന്നിട്ടില്ല ഈ വഴി. ഓ, ഇതാണ് ആ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് തോന്നുന്നു, നമ്മുടെ മാംഗ്രൂവ്സിലോട്ട്. ഞാൻ വിചാരിച്ചു വെള്ളം അവിടെ നിന്ന് വരുന്നേ. മച്ചാൻ ഇവിടെ നിന്ന് പതുക്കെ ഒഴുകി മാംഗ്രൂവ്സിൻ്റെ അങ്ങോട്ട് പോയി. എന്താ അയ്യടാ, ഈ വഴി ഞാൻ പോവില്ല. സോറി മോനെ, ഞാൻ പോകത്തില്ല. അടിക്കൊന്ന് ക്രോസ് ചെയ്ത് അവിടെ പോയിട്ട് നോക്കാവുന്നല്ലാതെ വഴി ഞാൻ പോകത്തില്ല. പിള്ളേർ ഇതേണ്ട ഇതൊക്കെ വെച്ചിട്ട് ചാടാറങ്ങിയിരിക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടോ എല്ലാം, ഇതോ ഇരിക്കുന്നു, അവന്മാരായിരിക്കണം. ഇവിടെ കുറച്ച് ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, കുറച്ച് ഡെപ്ത് കൂടുതലാണ് ഇവിടെ. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോ ഒരു കോപ്രായമാകും. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ മറ്റേ ആനാക്കോണ്ട എന്ന് പറഞ്ഞ സിനിമയാണ് ഓർമ്മ വരുന്നത് അല്ലേ? അതിൻ്റെ അതേ ഇത്, ആ ജെനിഫർ ലോപ്പസൊക്കെ ഉള്ള ആ ഒരു ഐറ്റം, ആ ഒരു സിനിമയാണ് ഓർമ്മ വരുന്നത്. വേണ്ട മക്കളെ, ചാടി നീന്തി പോവായിരുന്നു, പക്ഷെ അറിയില്ല, വേണ്ട. ഓക്കെ,
എന്നാ രസമല്ലേ. അതിൻ്റെ ഇടയിൽ മാംഗ്രൂവ്സ് ഉണ്ട്. മാംഗ്രൂവ്സ് ആണെന്ന് അറിയില്ല, ചെറിയ ഒരു വൃക്ഷം. മാംഗ്രൂവ്സ് നമ്മൾ മുമ്പ് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയാണ്. അടിപൊളിയാണ് മക്കളെ. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിപ്പോൾ റിട്ടേൺ ചെയ്യാണ്. അടിപൊളി റൂട്ടാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഷൂ ആയിട്ട് തന്നെ ഇറങ്ങുക, ചപ്പലൊന്നും ഇടണ്ട, നന്നായിട്ട് തന്നെ ഇറങ്ങുക. കാരണം ആ ഒരു സ്ട്രെച്ചിൽ ഷൂ ആണെങ്കിലും ചപ്പലാണെങ്കിലും മാംഗ്രൂവ്സിൻ്റെ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് ഊരിയേ പറ്റൂ. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഫാമിലിയായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടിരില്ല. പക്ഷേ സിംഗിൾ പസങ്കാണെങ്കിൽ ഒന്നും നോക്കണ്ട മക്കളെ, ചാമ്പിക്കുക, അങ്ങോട്ട് ഇറങ്ങുക, പൊളിക്കുക. നല്ല ബീച്ചാണ്, നല്ല റൂട്ടാണ്. കാരണം ആ ഒരു ചെറുതായിട്ടൊന്ന് വേർത്ത ശേഷം ബീച്ച് കാണുമ്പോൾ നിങ്ങൾ എസ്പെഷ്യലി അഡ്വഞ്ചർ സീക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അടിപൊളി സ്ട്രെച്ചാണ്. ഓക്കെ, അതും അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പുറത്തേക്ക് പോയാലും ജെട്ടിക്ക് പോകണം. ഇപ്പോൾ നിങ്ങൾ ഡോൾഫിനിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അവിടെ ജെട്ടിക്ക് പോകുന്ന ഡിസ്റ്റൻസ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെയിമാണ്. ട്രക്ക് ചെയ്ത് വരിക, കുഴപ്പമൊന്നുമില്ല. രാധാനഗറിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ, രാധാനഗർ ബീച്ചിൻ്റെ സൈഡിലാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് ഇറങ്ങുക, പൊളിക്കുക. ഓക്കെ, अदान संभव। ये रोड कोई बोल रहा था यहाँ पर जंगली जानवर रहता है। जंगली जानवर वैसे ये नहीं है, आपका स्नेक वगैरह दिखता है कभी कभी। को क्या दिखता है? स्नेक। स्नेक दिखता है? हाँ, कभी कभार दिखता है। कौन सा, पॉइजनस है क्या? पॉइजनस जैसे आपका अंडमान कोबरा, किंग कोबरा वगैरह दिखता है। ओ भाई, इसके अलावा जैसे आपका एक एलिफेंट है। एलिफेंट यहाँ पर है? हाँ, एक ही है सर। वो कैसे आ गए यहाँ पर? वो पहले से ही है सर। यहाँ पे ये जो बीच है ना, हाँ, सबसे पहले यहाँ पे एलिफेंट्स थे काफ़ी सारे। एलिफेंट्स बहुत थे? हाँ। अच्छा। तो उसमें फॉरेनर्स ज़्यादा आते थे, फॉरेनर्स लोगों ने नाम रखा है इस बीच से। अच्छा, पहले फॉरेनर्स ने डिस्कवर किया बीच को? उनके वजह से नामकरण हुआ है बीच का। नाइस मैन। तो ओके, ये जो बीच है इसका ओरिजिनल जो नाम है, हाँ, इसे पीपल डेरा बोलते थे। क्या? पीपल डेरा, पीपल? इसे पीपल डेरा बोलते थे। पीपल डेरा? हाँ। अच्छा। तो उसमें फॉरेनर्स आते थे पहले पूरा। तो ये जो जहाँ पे एक्टिविटी चल रही है ना, हाँ वहाँ पे तो घने घने पेड़ है। हाँ। तो पेड़ में झूला बांधते थे, 3 दिन 4 दिन 10 दिन तक स्टे करते थे क्या टेंट में? वो लोग। हाँ, स्टे करके इधर में रह जाते थे। ये कब की बात कर रहे हैं आप? ये जैसे अभी से आपका 15-16 साल पहले की। अच्छा। तो उस टाइम एलिफेंट थे काफ़ी सारे। तो वो लोग आते जाते देखते थे, उन लोगों ने नामकरण कर दिया। उसके बाद से बस अभी एक ही एलिफेंट है, बाकी एक सब ही खत्म? कुछ लेकर गए, कुछ मर गए। लेकर गए मतलब यहाँ से हाँ, हंटिंग? केरला लेकर गए। हाँ, केरला? मैं तो केरला से हूँ। अच्छा अच्छा, ओके, ठीक है यार। मेरे पिताजी भी अकेला एलिफेंट हो गया ना मतलब? मेरे पिताजी भी मावत थे उस टाइम। अच्छा, तो कितने, 20 साल पहले? हाँ, अच्छा। तो वो जो एलिफेंट को ये करते थे ना, वो सबको सब लेके गए। तो अभी जो एक एलिफेंट है उसको लेके जाने की कोशिश कर रहे हैं, तो अभी तक बोट नहीं मिला उसके लिए। आता नहीं तो क्या फ्रेंडली एलिफेंट है क्या? फ्रेंडली नहीं, पूरा वायलेंट है। पूरा वायलेंट है? पूरा नहीं, पूरा वायलेंट है। थोड़ा सा। अच्छा, यहाँ पर मिलेगा अभी नहीं ना? अभी नहीं मिलेगा। तो कहाँ पर अभी बैठ? ये जंगल में ही है। हाँ, रात को आ जाता है क्या? वो कभी कभार दिखता है, बहुत ही रेयर है। दिख गया तो दिक्कत है ना? നമ്മൾ നടന്ന് തിരിച്ച് നമ്മുടെ സൈറ്റിലോട്ട് എത്തുകയാണ്. ഇവിടെ ബ്ലൂ ഷർട്ട് ഇട്ട് ഒരുപാട് പേരുണ്ട്, ഗൈഡ്സ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ആരൊക്കെയാണ്, ട്രക്കിംഗ് ഗൈഡ്സാണ്. അവർ ഈ വരുമാനം കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. തിരിച്ചെത്തുമ്പോൾ അധികം സമയം എടുത്തില്ല, പക്ഷേ ഏതാണ്ട് അരമണിക്കൂർ തന്നെയുണ്ട് ട്രക്കിംഗ് ടൈം. ഓക്കെ, എൻട്രി ഫീസ് ഒന്നും ചോദിച്ചിട്ടില്ല അവർ. അവിടെ എഴുതി വെക്കും നമ്മൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത്, എന്താണ് റൂം നമ്പർ, റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്താണ്, ഫോൺ നമ്പർ എന്താണ്, ഇതൊക്കെ അവിടെ എഴുതി വെക്കേണ്ടി വരും. അത്രേ ഉള്ളൂ ആസ് ആൻ എൻട്രി പോയിൻ്റ്, വേറെ ഒന്നുമില്ല. പിന്നെ അവർ നമ്മളങ്ങോട്ട് കിടത്തി വിടും.
ചിലവർ വയസ്സായവർ ഗൈഡ്സിനെ ആശ്രയിക്കും. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവരുണ്ടാവും കൂടെ. പിന്നെ ഫാമിലിയായിട്ട് പോകുന്നവരും ഗൈഡ്സിനെ ആശ്രയിക്കാറുണ്ട്. ഇതേപോലെ കഥ ഇതാണ്. ഇവിടെ ഇപ്പോൾ ഒരാനേ ഉള്ളൂ. സത്യമാണെന്ന് അറിയാൻ ഗൈഡ് പറഞ്ഞ കഥയാണ്. ഇവിടെ ഇപ്പോൾ ഒരാനേ ഉള്ളൂ. പണ്ട് ഇവിടെ ഒരുപാട് ആനകളുണ്ടായിരുന്നു. ഫോറിനേഴ്സ് വന്ന് അവിടെ ടെൻ്റ് അടിക്കുമായിരുന്നു. എന്നിട്ട് അവിടെ താമസിക്കും. നന്നായിട്ട് ബീച്ചിൽ സൈഡിലൊക്കെ കളിച്ചിട്ട് പോകും. എന്നിട്ട് അവരിട്ട പേരാണ് എലിഫൻ്റ ബീച്ച് എന്ന്. അന്നിവിടെ ഒരുപാട് ആനകളുണ്ടായിരുന്നു. പിന്നീട് ട്രക്കിംഗ് ആയിരിക്കാം. അത് കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒരുപാട് ആനകളെ പിടിച്ചുകൊണ്ട് പോയി. കേരളത്തിലോട്ടാന്ന് പറഞ്ഞത് എന്തൊരവസ്ഥയുടെ. നമ്മളൊക്കെ ഇതേപോലത്തെ ടീമാണ്. എന്തായാലും വല്ല ഉത്സവത്തിനൊക്കെ പോയി നിൽപ്പുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരാനേ ഉള്ളൂ. ചെറുപ്പത്തിൽ ഈ പുള്ളി ഭയങ്കര വികൃതിയായിരുന്നു. ഇപ്പോഴും പുള്ളി ഇവിടെ തന്നെ ഉണ്ട്. വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയണേ. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടില്ല, ഭാഗ്യം. ഈ പഴയ ഏതോ വീഡിയോയിലൊക്കെ ഞാൻ ആനപ്പിണ്ടം കണ്ടിട്ടുണ്ട് പോണ വഴി. ഇത് രാത്രിയായിരിക്കും ഇറങ്ങുന്നത്. പുള്ളി ഇത്രയും യൂസ് ടു അയച്ചതിക്ക് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ബോറടിച്ച് ഒറ്റയാന്നൊക്കെ പറഞ്ഞ ടീമായിരിക്കും. പുള്ളി എന്തായാലും ഉപദ്രവിക്കാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ പാമ്പ് പുള്ളി പറഞ്ഞ ഇവിടെ ആൻഡമാൻ കിങ് കോബ്ര സൈറ്റിങ്സ് ഉണ്ട് എന്നാണ്. അപ്പോഴെന്തായാലും നമ്മൾ കണ്ടില്ല. എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉണ്ട്, ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. തിരിച്ചെത്താനും നമ്മൾ അരമണിക്കൂർ തന്നെ എടുത്തു. മാംഗ്രോവ്സ് മുതൽ അങ്ങോട്ട് ഒരു 15 മിനിറ്റ്സ് എടുക്കും. കാരണം ഞാനൊന്ന് തെന്നി വീണായിരുന്നു. അപ്പം എന്തായാലും ഇനി നമ്മളിവിടെ ഔട്ടടിക്കണം. ഇവിടെ രജിസ്റ്ററുണ്ട്. രജിസ്റ്ററിൽ നമ്മൾ ഇന്നടിച്ചായിരുന്നു. നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു ഔട്ടടിക്കണം. ആസ് എൻ ആവറേജ് നമ്മളെന്തായാലും പോണ വഴിക്ക് കഴിച്ചിട്ടും പോവാം. वो बुक था ना यहाँ पर बाहर वाले के लिए, अंडमान से बाहर, वही है क्या? यही है क्या? कितना टाइम पे गए थे सर? 11:30 कुछ गया था. 11:30. वो अपना नाम वापस एंट्री करो. हाँ सर यहाँ वाला सर ऑनलाइन नहीं रहेगा. ऑनलाइन है सर. ഔട്ട് 1:30. ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. നമ്മൾ പോയി കഴിഞ്ഞ ശേഷം 33 പേര് കയറിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 മണിക്കൂറിൽ 33 പേര് കയറിയിട്ടുണ്ട് ഈ വഴി. ഓൺ ആവറേജ് ഒരു ദിവസം ഇന്ന് 7 മണിയിൽ കാൽക്കുലേറ്റ് ചെയ്തോണം എന്തായിട്ട് ആവറേജ് നമ്മളൊരു ഒരു 200-300 പേരെങ്കിലും കയറുന്നുണ്ടാവും. ഇതുണ്ട്, ഇത്രയും ഇവിടെ സ്കൂട്ടേഴ്സുണ്ട്. സ്കൂട്ടേഴ്സുണ്ട് ഉണ്ടോ, ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ. അടിപൊളിയല്ലേ? അപ്പം എനിക്ക് ട്രക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 11:30, 12:30 2 മണിക്കൂറിനുള്ളിൽ ട്രക്കും കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ നിങ്ങൾ ട്രക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡോൾഫിൻ്റെ അടുത്ത് ഏതെങ്കിലും റിസോർട്ടിലായിരിക്കും നിങ്ങൾ. അപ്പോൾ ടോട്ടൽ അവിടെ നിന്ന് തുടങ്ങി തിരിച്ച് വീട്ടിലെത്താൻ 3 മണിക്കൂർ മതി. ഓക്കെ, അത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തിരിച്ച് പോയിട്ട് ചോറ് കഴിച്ചിട്ട് ഞങ്ങളിന്ന് വൈകുന്നേരം രാധാനഗർ പോവുകയാണ്. ഓക്കെ.